അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട 3 ലേഖനങ്ങൾ, പാസ്റ്റേഴ്സ് ഇടയ ലേഖനങ്ങളായ 3 ലേഖനങ്ങളാണ്. 1 തിമോത്തിയോസിന്റെ ലേഖനം, 2 തിമോത്തിയോസിന്റെ ലേഖനം, തീത്തോസിന്റെ ലേഖനം. ഇത് ഉപദേശപരമായ അനവധി കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ്. ഇന്ന് ഞാൻ ആ തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ ഏകദേശം 24 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നിങ്ങളോട് ഇന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുക. അപ്പോൾ ഒരു ഇടയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരു സഭ സ്തോത്രം വളർന്നതും കൃപയാൽ വളരുന്നത് കാണുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. ഏകദേശം 60-ലധികം ദൈവദാസന്മാർ ആ ചർച്ചിനകത്തുനിന്ന് ശുശ്രൂഷകന്മാരായി എഴുന്നേറ്റിട്ടുണ്ട്. അവരെന്നേക്കാൾ ശക്തന്മാരാണ്. അതുകൊണ്ട് അവൻ എളിയ അഭ്യർത്ഥനയോടെ ഞാൻ നിങ്ങളോട് പറയാം, ഒരു സഭ വളരുന്നതിന്റെ ഏറ്റവും വലിയ മെയിൻ ഘടകമെന്ന് പറയുന്നത് വചനമാണ്. 2 ആത്മാവിന്റെ ആരാധനയാണ്. എവിടെ ആത്മാവിന്റെ ആരാധന ഉയരുമോ അവിടെയാണ് ദൈവസഭ വളരുന്നത്. ഏത് പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെയും അവൻ ശക്തമായി വെല്ലുവിളിയോടെ നിൽക്കാൻ കഴിയുന്ന ദൈവസഭ നല്ലവണ്ണം ആരാധിക്കുന്ന ദൈവസഭയായിരിക്കും. ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറയും, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണെങ്കിലും, എത്ര പ്രസിഡന്റ് ആണേലും, എത്ര സെക്രട്ടറി ആണേലും, എത്ര ഖജാൻജി ആണേലും, എത്ര സെൻട്രൽ പാസ്റ്റർ ആണേലും, ഞാൻ എന്റെ ആത്മാവിൽ ഇങ്ങനെ പറയും, അവൻ ആരാധിക്കുന്നവനാണെങ്കിൽ അവനാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ. അവനെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട. അന്യഭാഷയിൽ ആരാധിപ്പാൻ ഇന്ന് വക ദൈവജനം തയ്യാറാകണോ? കരമടിച്ച് ആരാധിക്കണോ? കരമടിച്ച് ആരാധിക്കാൻ തയ്യാറാകണോ? അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ആരാധിക്കാൻ തയ്യാറാകണോ? ഇതൊരു കൺവെൻഷൻ അല്ല, ഇതൊരു ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് അതിശക്തമായ ദൈവമഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അല്പസം അന്യഭാഷ പ്രാപിച്ച എല്ലാ ദൈവജനവും അന്യഭാഷകളാൽ ഒന്ന് ദൈവത്തോട് സംസാരിച്ച് ഉടമനഘടകധുന ഹൽക്കനഘടകധന വിമനഘടകധുനാരബലബലബ ഹൽക്കനഘടകധൂടമനഘടകജന ഹൽക്കനഘടകധീബലബലബലബ ഹൽക്കൽ പൗഡമന ഹത്വനാജന റീബൽ പൗഷന്തലരഗധന. ഒരറ്റം മുതൽ മറ്റിയറ്റം വരെ കാറ്റടിക്കുന്നത് പോലെ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഈ ആലയത്തിന്റെ ഒരറ്റം മുതൽ മറ്റിയറ്റം വരെ ആത്മാവിന്റെ നിറവ് വ്യാപരിക്കട്ടെ. ആരും ചുമ്മാ ഇരിക്കരുത്. കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ 12-ാമത്തെ പകൽ അവസാന നിമിഷമല്ല, ആരംഭ നിമിഷം തന്നെ ദൈവത്തിന്റെ കൃപ ചലിക്കട്ടെ. ഹൽക്കനാഥനാരഗന്ധല ഉടുബിനിബലബലബൗസന്തലരഗധന ഉടമനഘടകധീബലബലബ ഹൽക്കനഘടകധീബലഘടകധന ഹൽക്കനഘടകജീബൽഘടകധന. അഭിഷേകം പ്രാപിക്കാത്ത ദൈവജന ഇന്ന് പകൽ അഭിഷേകത്തെ നിറയട്ടെ. ആത്മശക്തി ഏറ്റെടുക്കാത്തവർ ഇന്ന് പകൽ ആത്മാവിനെ നിറയപ്പെടട്ടെ. ഈ ആരാധനാലയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ തങ്കച്ചിറകടി കേൾക്കുന്ന ദൈവജനം അന്യഭാഷയിൽ ശബ്ദമുയർത്തി ദൈവത്തെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഉടമനഘടകധുനാചനാരഗന്ധല വിമൽ പൗഡമനബലബൗഷന്തലരഗധന ഹൽക്കനഘടകധീബലഘടകധന ഉടമനബലബലബൗഡമനഘടകധന വിമലബലബലബൗഡമനബലബലബ വികഥനചനതലരബബ സഹോദരിമാരുടെ ഇടയിൽ അതിശക്തമായ അഭിഷേകം ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാണ്. ശക്തമായ അഭിഷേകം ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാണ്. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ മരണനദിയല്ല ജീവജല നദി ഒഴുകി തുടങ്ങുക. ഇന്ന് മകൻ ജീവജല നദി ഈ ആലയത്തിനകത്ത് ഇറങ്ങി തുടങ്ങട്ടെ. ഉടമനഘടകധന റീബൽ ഘടകനാഥന പട്ടണത്തെ ഭരിക്കുന്ന ചില അന്ധകാര വ്യാപാരങ്ങൾ ഈ ആരാധനയുടെ നടുവിൽ ഇന്ന് മകൻ ബന്ധിക്കപ്പെടട്ടെ. ദൈവജനത്തെ ദൈവിക ജനത്തെ മുന്നോട്ട് വിടാതെ വാഗ്ദത്തത്തിനെതിരായി അനുഗ്രഹത്തിനെതിരായി ശത്രു കെട്ടിവെച്ചത് ഇന്ന് മകൻ പൊട്ടിമാറട്ടെ. നമ്മുടെ തലമുറക്കെതിരെ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് മകൾ പൊട്ടിട്ട്
നമ്മുടെ തലമുറയെ വലിച്ചുകൊണ്ട് പോകുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന, നമ്മുടെ തലമുറകളെ മയക്കുമരുന്നിന്, കഞ്ചാവിന്, വെറിക്കൂത്തിന് അടിമയായി വലിച്ചുകൊണ്ട് പോകുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ പൊട്ടിമാറട്ടെ. ദൈവസഭ ജയമറ്റത്, ദൈവസഭ ജയമറ്റത്. ഉടമനഘടകത്തിന ജനഘടകത്തിന വിബലഘടകത്തിന വിബലബലബലബ അൽക്കനഘടകീബലഘടകത്തിന ഉടബലബലബലബ ഉദാരബ യെസ് 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 നഘടകജഗന തലാരഗന്തല അൽക്കനാദല വിബാലഘടകജഗന്തലാര റീബൽ പൗഷന്തലരഗസീതനാരഗന്തെ അൽക്കനഘടകീബലഘടകച്ചനാദല. Amen. Jesus name. Hallelujah. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സൈന്യങ്ങളുടെ യഹോവയായ ദൈവപ്രകാരം അരുളി ചെയ്യുന്നു, ഇത് നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് എന്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയാക്കി മാറ്റും. എന്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം ചെയ്ത് യിരെമ്യാ പ്രവചനം 23:29 പറയുന്നു, ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. മലയാള വേദപുസ്തകത്തിൽ ചുറ്റിക എന്നാണ്, പക്ഷെ ആ ചുറ്റിക എന്ന പദത്തേക്കാൾ അതിന് ഇംഗ്ലീഷ് വേർഡ് ഹാമ്പർ എന്ന വാക്കാണ്. ദൈവത്തിന്റെ വചനം ഏത് പാറയെ തകർക്കാൻ ശക്തിയേറിയതാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, ഈ 12-ാമത്തെ ദിവസം വചനത്തിന്റെ ശക്തിയാൽ ചിലത് ഉടഞ്ഞു മാറും. ചില ഇന്ന് പകൽ ഉടഞ്ഞു മാറും, ചില ഇന്ന് പകൽ ഉടഞ്ഞു മാറും. ഞാൻ പ്രസംഗിക്കുന്ന വചനം, നാം സ്വീകരിക്കുന്ന വചനം, നാം കേൾക്കുന്ന വചനം അത് തീയാണ്, അത് വലിയ ഹാമറാണ്. ഈ പകൽ ആ വചനം ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ ചില സത്താന്റെ കെട്ടുകൾ, പിശാചിന്റെ കെട്ടുകൾ ഈ പകൽ അഴിയും. ആത്മമണ്ഡലം ഇന്ന് പകൽ തുറക്കട്ടെ, ആത്മമണ്ഡലം ഇന്ന് പകൽ തുറക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തലം ഈ ആലയത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ജനത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, ജനത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ ആത്മാവിന്റെ സാന്നിധ്യം ഈ പകൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനെ ഏറ്റെടുത്ത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും, സകല വചനം കൊണ്ടും ജീവിക്കും. പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? കർത്താവേ, എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല എന്ന പ്രവാചകനോട് ദൈവം പറയുന്നു, 4 ദിക്കിനോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക. ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന്, ഇതിൽ തൊക്ക് വരേണ്ടതിന്, ഇതിൽ ജീവൻ വരേണ്ടതിന്, ഇതിൽ ഞരമ്പ് പിടിക്കേണ്ടതിന്, ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന്, ഒരു കാറ്റ് വീശേണ്ടതിന് 4 ദിക്കിനോട് പ്രവചിക്കുക, 4 ദിക്കിനോട് പ്രവചിക്കുക. സന്തൽ ഘടകക്ഷണ ധുലാരഗന്ധേ ഹൽക്കന ജനഘടക തികാലഗന്ധല ഹൽക്കന പ്രൗഢബൽ ഘടകധന. ശക്തമായ പ്രവചന ശബ്ദം ഇതിനകത്ത് ഉയർന്നു വരട്ടെ, ശക്തമായ പ്രവാചക ശബ്ദം ഇതിനകത്ത് ഉയരട്ടെ. കൃപാവരങ്ങൾ ഇതിനകത്ത് ഓപ്പണാവട്ടെ, കൃപാവര ശുശ്രൂഷകൾ ഇതിനകത്ത് ഓപ്പണാകട്ടെ. അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ, പ്രവചന ശുശ്രൂഷകൾ ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഉടമന ആത്മാക്കളെ വിവേചിക്കുന്ന വിവേചന വരം ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഈ 12-ാമത്തെ പകൽ ആത്മാവിന്റെ കൃപാവരങ്ങൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കരുത്, അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കരുത്. ഇത് നിങ്ങളുടെ ദിവസമാ. ഈ 12-ാമത്തെ ദിവസം നിങ്ങൾ പ്രാപിക്കുന്ന ദിവസമാ, നിങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസമാ. ഉടമനഘടകധന ജനഘടകധന വിബലഘടകീബൽ പ്രൗഷന്തലരഗധന ഹൽക്കനഘടകീബാലഘാതന ഉടൽ പ്രൗഢമന ഹൽക്കനഘടകധന റീസംധുലു ജനാരക ഉദീപനാഥനാരക വിഗീതനേ രബേലഗേ ഉദാജനാഥനാരഗാഥല. Jesus.
അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവസഭ വളരുകയാണ്. അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവസഭയെ കെട്ടുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കയില്ല. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഈ 11ാമത്തെ ദിവസം ചില ആഭിചാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ അഴിയാൻ പോകുക. ചില ആഭിചാര കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടാൻ പോകുക. ആർക്കൊക്കെയോ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ ശത്രു കെട്ടിയത് ഈ പകൽ ദൈവം അത് പൊട്ടിക്കാൻ പോകുക. തമ്പുരാൻ അത് പൊട്ടിക്കാൻ പോകുക. ഈ ആരാധനയിൽ ദൈവജനം ഇന്ന് പകൽ ഫ്രീ ആകുന്നു. എനിക്കറിയത്തില്ല, ആത്മാവെന്നോട് പറയുന്നു, ഒരു കാറ്റ് വന്ന് ഇല പറത്തുന്നത് പോലെ ആത്മാവിന്റെ കാറ്റ് ഇതിനകത്ത് ഇന്ന് പകൽ ദൈവം അടുപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒരു ദൈവ സാന്നിധ്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ അത് സംഭവിക്കാൻ പോകുക. ഈ പകൽ അത് സംഭവിക്കാൻ പോകുക. എവിടേക്കെയോ തളർത്തിക്കളയ, എവിടേക്കെയോ വീഴ്ത്തിക്കളയ ശത്രു ഒരുക്കുന്നത് ഈ പകൽ ദൈവം അഴിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. നിന്റെ മകന്റെ മേൽ ആ ദൈവ മഹത്വം ചലിക്കട്ടെ, ആ ദൈവകൃപ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഴിയേണ്ടത് അഴിയട്ടെ, പൊട്ടേണ്ടത് പൊട്ടട്ടെ, നിർമൂലമാവേണ്ടത് ഇന്ന് പകൽ നിർമൂലമാവട്ടെ. ശത്രു കെട്ടിവെച്ച സകല കെട്ടുകൾ in the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ നിറയട്ടെ. ഇവർ അന്യഭാഷ അടയാളത്തോടെ, അന്യഭാഷ അടയാളത്തോടെ അഭിഷേകത്തെ നിറയട്ടെ. നിറയട്ടെ, 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 നിറയട്ടെ. ഈ മക്കളെല്ലാം അഭിഷേകത്തെ നിറയട്ടെ. ഈ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിനെ നിറയട്ടെ. ഒരു ശക്തിക്ക് ഇവരെ ഒതുക്കാൻ കഴിയാത്തത് പോലെ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നു. കെട്ടിവെച്ചത് ഈ പകൽ പൊട്ടുകയോ. പരിശുദ്ധാത്മാവേ, 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 അങ്ങയുടെ കൃപ ചൊരിയണമേ, അങ്ങയുടെ സാന്നിധ്യം പകരണമേ, അങ്ങയുടെ മഹത്വം പകരണമേ. കർത്താവിന്റെ ദാസനെ, എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, ശക്തമായ ഹീലിംഗ് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുകയാണ്. ഈ ആലയത്തിനകത്ത് ശക്തമായ രോഗസൗഖ്യം നടക്കാൻ പോകുകയാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആരംഭകാലങ്ങളിൽ നടന്നതിനേക്കാൾ അതിശക്തമായ ഹീലിംഗ് ഈ ഉപവാസത്തിന് നടുവിൽ ഈ ആലയത്തിനകത്ത് എന്റെ തമ്പുരാൻ ചെയ്യാൻ പോകുന്നു. വീഴ്ചയിലിരിക്കുന്നവർ എഴുന്നേറ്റ് നടക്കത്തക്കവണ്ണം, കുരുട്ട് കണ്ണുകൾ തുറക്കത്തക്കവണ്ണം, ക്യാൻസർ രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണം, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. ആരംഭിക്കട്ടെ, ആരംഭിക്കട്ടെ. നിന്നുപോയ അത്ഭുതങ്ങൾ ഇവിടെ ആരംഭിക്കട്ടെ. നിന്നുപോയ വിടുതലുകൾ ഇവിടെ ആരംഭിക്കട്ടെ. നിന്നുപോയ സൗഖ്യം ഇവിടെ ആരംഭിക്കട്ടെ. നിന്നുപോയ ഭൂതശാന്തി ഇവിടെ ആരംഭിക്കട്ടെ. അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ. അടയാളങ്ങൾ ആരംഭിക്കട്ടെ. ദൈവപ്രവൃത്തി ആരംഭിക്കട്ടെ.
അധുനബല ഘടക ജഗനാഥുരി ബലബാന ഗന്ധല ഉടകൽ ഘടകനാഥലാരക സീതനേരെ അന്തൽ പ്രൗഢബൽ ഘടകക്ഷണ ദുരാരഗന്ധേ അൽഖനം ഛനഘടകം ദീപൽ പ്രൗഢം ദലാര സംധേര മേലകേ ചുനാരക ഉടിബിനി ബിരബല ബൗഢബന ഘടകദൽ ഖരാദലാനവസി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ Thank you, Jesus. Thank you, Jesus. പറ്റുമെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്നവർ നമ്മുടെ കരങ്ങളൊന്ന് കോർത്തു പിടിച്ചേ നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ആലയത്തിനകത്ത് നിരന്തരമായ രോഗസൗഖ്യങ്ങൾ നടക്കണം. ആമേൻ. ഇതിനകത്ത് ഭൂതങ്ങൾ വിട്ടുപോകണം, മാറാവ്യാധികൾ സൗഖ്യമാകണം, മുടന്തർ നടക്കണം, കുരുട്ടുകണ്ണുകൾ തുറക്കണം. അത്ഭുത സൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചേ പറ്റൂ. കാലഘട്ടം മാറിയേ പറ്റൂ. ഇന്നലത്തെ പ്രസംഗം കൊണ്ട് ഇനിയുള്ള ദിവസം മുന്നേറാൻ കഴിയത്തില്ല. അതിശക്തമായ ദൈവകരം വെളിപ്പെട്ടു വരട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിന്റെ പരിസരം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഈ കോമ്പൗണ്ടിനകത്ത് ഒരുവൻ കാലുകുത്തുമ്പോൾ അവൻ ആത്മാവിനെ നിറയപ്പെടുവാൻ, ഈ ആലയത്തിനകത്ത് ഒരുവൻ കാലുകുത്തുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ, ഭൂതങ്ങൾ വിട്ടുപോകുവാൻ, അത്ഭുതങ്ങൾ സംഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യും. അതേ യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിന്റെ ദാസനായ പൗലോസ്ലീഹ തന്റെ നിജപുത്രനായ കൂട്ടുവേലക്കാരനായ സഹശുശ്രൂഷകനായ തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങൾ. നമുക്കറിയാം, പൗലോസ് വ്യക്തിപരമായ പേരിൽ തീത്തോസിനും ഫിലമോനും ഒക്കെ അവൻ ലേഖനം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ പേര് മെൻഷൻ ചെയ്ത് എഴുതിയത് തിമോത്തിയോസിന്റെ ലേഖനമാണ്. തിമോത്തിയോസ് നല്ലൊരു യൗവനക്കാരനാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. മാത്രമല്ല, തിമോത്തിയോസും പൗലോസും തമ്മിൽ ഒരാഴമായ ബന്ധമുണ്ട്. ഇനി അത് കുറച്ചുകൂടി പറഞ്ഞാൽ, ഈ തിമോത്തിയോസും പൗലോസും തമ്മിലുള്ള ആഴമായ ബന്ധം തന്റെ വാക്കിനകത്തറിയാം. പൗലോസ് തന്നെ വിളിക്കുന്ന പേര് കൂട്ടുവേലക്കാരൻ, സഹശുശ്രൂഷകൻ, അടുത്തത് നീചപുത്രൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ വിളിച്ചത്? പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുമ്പോൾ തിമോത്തിയോസിനെ വിളിക്കാൻ പറ്റിയ ആളിന്റെ മഹത്വം കൂടി ഒന്നറിയണം. ആരാ പൗലോസ്? നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജഡത്തിൽ പുകഴാനുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അധികം എനിക്കുണ്ട്. എന്നിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുക്കാന്തി സംബന്ധിച്ച് സഭയെ മുടിപ്പിച്ചവൻ എന്നിത്യാദി കാര്യങ്ങളെല്ലാം പൗലോസ് പറയുന്നുണ്ട്. ഇനി കുറച്ചുകൂടി പറഞ്ഞാൽ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഒരു എബ്രായ മനുഷ്യൻ. എന്നാൽ ആരാ തിമോത്തിയോസ്? തിമോത്തിയോസിന്റെ പിതാവ് ഒരു യവനായക്കാരൻ, ഗ്രീക്കുകാരൻ. അമ്മ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വാസമുള്ള ഒരു മാതാവ്. അത് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തിമോത്തിയോസ്, നിന്നിലുള്ള വിശ്വാസം നിന്നിലും നിന്റെ അമ്മയിലും നിന്റെ വലിയമ്മയിലും ഞാൻ കണ്ടു. നിന്നിലുള്ള വിശ്വാസം നീ പ്രാപിച്ചതല്ല, അത് അമ്മയും അമ്മുമ്മയിൽ നിന്നും പകരപ്പെട്ട വിശ്വാസമാണ്. അപ്പൊ വിശ്വാസം നമുക്ക് പകരാൻ കഴിയും. ഒരു സ്വതന്ത്രം പറഞ്ഞ്, വിശ്വാസം എന്ത് ചെയ്യാൻ കഴിയും? പകരാൻ കഴിയും. എന്നാൽ ആമേൻ, ആമേൻ, ഒരു മൂല്യച്യുതി പറയാം. പെന്തക്കോസ്തിലെ നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറയിലേക്ക് പകരാൻ തലമുറ ദൈവകൃപയിലില്ല.
ഒരു സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വിശ്വാസം തലമുറയിലേക്ക് പകരാൻ ആലയത്തിനകത്ത് തലമുറകളില്ല, യൗവനക്കാരില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാ, എന്നും നടക്കുന്ന ഒരു ഉപവാസം പോലെ ഒരു മിനിസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു പ്രസംഗം കേട്ട് മാർക്കിട്ട് പോകാൻ ഈ ഉപവാസം എടുക്കരുത്. തലമുറയെ പിടിക്കുന്നതിന് അറസ്റ്റ് ചെയ്യാൻ ദൈവസത്യ വ്യാപരിക്കണം. ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ വളരെ ക്ഷമയോടും സാവധാനത്തോടെ പറയാം കേട്ടോ. എന്റെ തലമുറയെ പിടിച്ചോണ്ട് പോകുന്ന, എന്റെ തലമുറയെ അന്യത്തിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചിക മണ്ഡലത്തോട് വെക്കടാവണമെന്ന് പറയാൻ അധികാരം ഏറ്റെടുക്കുന്ന ഉപവാസമാകണം ഈ ഉപവാസം. അഭിഷിക്തന്മാർ ചേർന്ന് കല്യാണ മണ്ഡപത്തിനകത്ത് കൈപിടിപ്പിച്ച്, ഇന്ന് മംഗല്യം പാടി കൈപിടിപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കേണ്ട ദൈവദാസന്മാരുടെ തലമുറ അവൻ ദൈവകൃപ വിട്ട് അന്യജാതിയുടെ കൂടെ പോയി വിവാഹം കഴിച്ച് പിന്മാറിപ്പോകുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? അവരല്ല തെറ്റുകാർ. ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യമില്ല, ആലയത്തിനകത്ത് ദൈവകൃപയില്ല. അവൻ സെക്രട്ടറി ഉണ്ട്, ഖജാൻജി ഉണ്ട്, കമ്മിറ്റി ഉണ്ട്. അവൻ ആത്മാവിന്റെ കൃപ വ്യാപരിക്കുന്നില്ല. ഈ പകൽ ആത്മാർത്ഥമായിട്ട് പറയാ, തലമുറ നിലനിൽക്കണമെങ്കിൽ ദൈവസഭ ആത്മാവിൽ തീവിരിക്കട്ടെ. മതിയാക്ക് ഈ കണ്ണന പ്രസംഗം മതിയാക്ക്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, എത്രയൊക്കെ തന്റെ ഇടമുണ്ട്. എന്റെ തലമുറയെ തുടരുത് പറയാൻ ചങ്കൂറ്റമുള്ള ദൈവമക്കൾ ഇതിനകത്ത് എഴുതേക്കണം. എന്റെ തലമുറയെ തുടരുത്, എന്റെ ആലയത്തിനകത്തുള്ള ഒരു തലമുറയെ തുടരുത്. അമ്മേ ഞാനും ഒരു ദൈവദാസൻ എന്ന പ്രതിക്കൂട്ടി നിന്നുകൊണ്ട് പറയുക, നമുക്ക് പറ്റിയ മൂല്യച്യുതി എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ 94 തൊട്ട് പൊതു ശുശ്രൂഷകനാ. IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, ന്യൂ ഇന്ത്യ, ന്യൂജന എല്ലായിടത്തും കയറി പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ കാറ്റിന്റെ ദിശ എനിക്കറിയാം. എന്നാൽ ഇന്ന് പല സഭകൾക്കകത്തും യൗവനക്കാരില്ല. മയക്കമരുന്നിനും കഞ്ചാവിനും MDMA-ക്കും ദുശീലത്തിനും അടിമപ്പെട്ടു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ ചെന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിശക്തമായ ദൈവ സാന്നിധ്യം ആ ചർച്ചിനകത്ത് കത്താൻ തുടങ്ങി. ജനം മുഴുവൻ കസേര നെറിഞ്ഞേറ്റ് നിന്ന് നൃത്തം ചെയ്തപ്പോൾ അതിനകത്തൊരു വ്യക്തിയുടെ മേൽ ഒരു ദുരാത്മാവിളകി, ഭൂതമിളകി മുന്നോട്ട് വന്ന് അവൻ മുന്നിലേക്ക് മൈക്കെ കയറി പിടിച്ചു. നമ്മൾ മാറട പിശാചേ, മൈക്കെ കയറി പിടിച്ചിട്ട് അവൻ ഉറക്കെ പറയുക, അട്ടഹസിച്ച് പറയുക, ഞാനാണ് ഈ തലമുറയെ മുഴുവൻ ലഹരിക്കടിമയാക്കുന്നത്, ഞാനാണ്. അലറാൻ തുടങ്ങി. ആലയത്തിനകത്തെ കസേര മുഴുവൻ അവൻ അടിച്ചു തെറിപ്പിച്ചു. അവൻ എണ്ണം പറഞ്ഞു, പേര് പറഞ്ഞു. ഈ ആലയത്തിനകത്തെ ഇന്ന വ്യക്തി, ആലയത്തിനകത്തെ ഇന്ന വ്യക്തി. ഇത് പറയുമ്പോഴല്ല ദൈവദാസനെ കൈക്ക് പിടിച്ചു പറഞ്ഞു, ശരിയാ വാസേ, അവരെല്ലാം മയക്കമരുന്നിന് അടിമയാ. ഈ പിശാച് പറയുക, ഞാനവിടെ കൊണ്ടുപോയത് എന്റെ പിടിക്കാൻ ഒരുവനും എഴുന്നേറ്റിട്ടില്ല. എന്നാൽ ആത്മാവിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു, അഭിഷേകമുള്ളവരെ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുന്ന ദൈവദാസനെ, ഇനി നമ്മുടെ ആലയത്തിനകത്തുനിന്ന് ഒരു തലമുറ പോലും പാപത്തിലേക്ക് പോകരുത്. അതിനെ അറസ്റ്റ് ചെയ്യാൻ അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. രണ്ട് കൈയടിച്ച് പോകുന്ന ഒരു മതിയാക്കമ്മേ, ഈ പകൽ ഈ സഭ ഒന്ന് ആരാധിക്കാൻ തയ്യാറായ തിരുവല്ല പട്ടണത്തിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽ മുട്ടുമടക്കിയിരിക്കും. Hallelujah, hallelujah, hallelujah. തിരിച്ചു പിടിച്ചേ പറ്റൂ. പഴയ നിയമം
ഒന്ന് തൊട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പന്റെ ആടുകളിൽ ചിലതിനെ മോട്ടിച്ചുകൊണ്ട് പോയപ്പോ പുറകെ ചെന്ന് അതിനെ കാലിന് പിടിച്ച് കഴുത്തിന് പിടിച്ച് വെക്കട എന്റെ അപ്പന്റെ ആടിനെ എന്ന് പറയാൻ പഴയ നിയമത്തിൽ ഒരു ദാവീദുണ്ടായിരുന്നു. ഈ പകൽ ഈ സഭക്കകത്തുനിന്ന് അങ്ങനെ ചിലത് എഴുന്നേക്കണമെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. അങ്ങനെ ചിലത് എഴുന്നേക്കണം. പിടിച്ചോണ്ട് പോയതിന് യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വെക്ക. എന്നെ ദൈവാത്മാവ് കാഴ്ച കാണിക്കുന്നു. ഒരടപ്പിനകത്ത് വിറക് കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത് പോലെ ഈ പകൽ ഇതിനകത്ത് ഒരു തീ കത്താൻ പോകുക. ഇതിനകത്ത് ഒരു തീ കത്താൻ പോകുക. ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ. Ribanaba Santala Tala Regatala Udachana Tala Regasitala Ribal Powdabal Kadagandala. Hamme Satala Regatalana. ഈ 12-ാം ദിവസം തിരിച്ചു പിടിക്കണം. റെഡിയാണോ? സഭ റെഡിയാണോ? യെസ്, റെഡിയാണ്. ഉറക്കവരല്ലോ എന്ന് പറഞ്ഞേ. തിരിച്ചു പിടിച്ചേ പറ്റൂ. സഭ ചലിച്ചേ പറ്റൂ. നിങ്ങറിയാമോ, അപ്പോസ്തലനായ പൗലോസ്, ഞാൻ എന്റെ മെസ്സേജിലോട്ട് വരാം. പക്ഷെ മെസ്സേജിന് മുമ്പ് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുന്നതിലേക്ക് പോയിട്ട് ഞാൻ മെസ്സേജിലോട്ട് വരാം. പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞു, എനിക്ക് സഫലവും വിശാലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും കുറവല്ല. എനിക്കൊരു വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷെ തുറന്ന വാതിൽ എതിരാളികളുണ്ട്. അല്ലേ? ഏതാണ് അഭിഷിക്തനെ ആ വാതിൽ? ഏതാണ്? എവിടെയാണ്? എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ. അല്ലേ? ആ വാതിൽ തുറന്ന പട്ടണത്തിലേക്ക് പൗലോസ് പെന്തക്കോസ്ത് നാൾ വരെ താമസിക്കാൻ വേണ്ടി ചെന്ന 3 ആഴ്ച മാത്രം പാർക്കാൻ താമസിക്കാൻ ചെന്ന പൗലോസ് ആ പട്ടണത്തിൽ ചെന്ന് കാല് വെച്ച ഉടനെ 12 പേരെ കണ്ടു. എത്ര പേരെ? 12 പേരെ. ആ 12 പേരെ കണ്ട മാത്രയിൽ കൈ കൊടുത്തിട്ട്, അഭിഷിക്തനെ, നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? നിങ്ങളെ ഫ്ലാറ്റിന്റെ നീളം എത്രയാ? നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന്റെ പേരെന്ത് എന്നല്ല ചോദിച്ചത്. പൗലോസ് ആദ്യം ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? നിങ്ങൾ ആ ശബ്ദമേ ഉള്ളൂ, ഉറക്കെ പറ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പൗലോസേ, എന്തെല്ലാം കാര്യം ചോദിക്കാനുണ്ട്. അവിടെ വീട് വാടക, അവിടെ വീട്, അവിടെ വണ്ടി, അവിടെ മക്കൾ, ഇതൊന്നും ചോദിക്കാതെ എന്നെ ഇങ്ങനെ ചോദിച്ചത്. പൗലോസ് പറയും, ഞാന് ത്രോവാസിൽ വെച്ച് ഒരു ദർശനം കണ്ടു. എന്താണ് ആ ദർശനം? 850 അടി നീളം, 250 അടി ഉയരം, 86 അടി വീതിയുള്ള ഒരു ക്ഷേത്രം ആ പട്ടണത്തിൽ ഉയർന്നു നിൽക്കതെന്ന് ഞാൻ കണ്ടു. ആ പട്ടണത്തിനകത്ത് വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത തല സ്ത്രീ രൂപം, ശരീരം മുഴുവൻ മത്സ്യകന്യകയുടെ രൂപമുള്ള അർത്തിമിസ് ദേവത, ആസിയ മുഴുവൻ ഭരിക്കുന്ന ഒരു ശക്തി ആ പട്ടണത്തിലുണ്ടെന്ന് ഞാൻ കാണുന്നു. അതിനെ ജയിക്കാൻ ഡോളർ ഉള്ളവനെ കൊണ്ട് പറ്റത്തില്ല, ദറംസ് ഉള്ളവനെ കൊണ്ട് പറ്റത്തില്ല. അവനെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ളവനെ കൊണ്ട് പറ്റൂ. ഇന്ന് പകൽ ഈ 12-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ആത്മനിറവുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ആത്മശക്തി ഉള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ആത്മാവിന്റെ നിറവേറ്റെടുത്തവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. തിരിച്ചു വാ, മടങ്ങി വാ. സഭ മടങ്ങി വാ. അഭിഷേകത്തിലേക്ക് മടങ്ങി വാ. നിറവിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എന്റെ പൊന്ന് ദൈവദാസന്മാരെ, ഇപ്പോ ഒരുത്തൻ ആത്മാവിൽ ഒന്ന് തുള്ളിയാൽ
ഒരു ആത്മാവിൽ ഓടിയാൽ അത് ഫേസ്ബുക്കിലാ, അത് യൂട്യൂബിലാ, അത് വാട്സാപ്പിലാ, അവൻ ചാടി, അവൻ തുള്ളി. ഞാൻ ചോദിച്ചോട്ടെ, ഞാനും കുറച്ച് സഭാചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ. അവൻ പണ്ടുള്ള അപ്പച്ചന്മാരുടെ മേൽ ദൈവശക്തി വന്നിട്ട് ദേശത്ത് ഓടിയെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇറങ്ങി ഓടിയെന്ന് വായിച്ചിട്ടുണ്ട്, ചാടിയിട്ട് തല പോയി ഭിത്തിയിൽ ഇടിച്ചിട്ട് തല സ്റ്റിച്ചിട്ടെന്ന് വായിച്ചിട്ടുണ്ട്. അതൊന്നും ഈ തലമുറ അനുഭവിച്ചിട്ടില്ല. ഇന്ന് മകൾ മടങ്ങി വാ. ഈ 12ാമത്തെ ദിവസം ഈ ആലയത്തിന്റെ അന്തരീക്ഷ ആത്മാവ് കയ്യേറ്റം ചെയ്യാൻ പോകുക. ആത്മാവ് കയ്യേറ്റം ചെയ്യാൻ പോകുക. ആരാധിക്കേണ്ടവർ ആരാധിച്ചു, കൃപ ഏറ്റെടുക്കേണ്ടവർ കൃപ ഏറ്റെടുത്തു. ആമേൻ, 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 ആമേൻ. ഞാൻ റെഡിയാ, ഞാൻ റെഡിയാ, ഞാൻ റെഡിയാ. എനിക്കൊരു ലജ്ജയുമില്ല, എനിക്കൊരു നാണവുമില്ല, എനിക്കൊരു നാണക്കേടുമില്ല. തമ്പുരാനെ പ്രാപിക്കാൻ, തമ്പുരാനെ ആരാധിക്കാൻ, തമ്പുരാന്റെ പക്കൽ നിന്ന് ചിലരെ പിടിച്ചു മേടിക്കാൻ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഒരിക്കല് ഉയരത്തിലെ ശക്തി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഉയരത്തിലെ ശക്തി, കർത്താവിന്റെ ദാസൻ D.L. മൂഡിയുടെ ഉയരത്തിലെ ശക്തി. ആ ബുക്ക് വായിച്ച് നിങ്ങൾ വാങ്ങിച്ചൊന്ന് വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. പ്ലീസ്, ഉയരത്തിലെ ശക്തി മേടിക്കണം. ഒരിക്കലേ D.L. മൂഡി എന്ന് പറയുന്ന ദൈവദാസൻ ആത്മാവിനെ കുറിച്ച് കേട്ട് പഠിച്ച് ഒരു വരമ്പത്തൂടെ നടന്നു പോകുന്ന D.L. മൂഡി പറഞ്ഞു, പരിശുദ്ധാത്മാവേ, അങ്ങയെക്കുറിച്ച് വായിച്ചു, അങ്ങയെക്കുറിച്ച് ചിന്തിച്ചു, അങ്ങയെക്കുറിച്ച് പഠിച്ചു, പക്ഷേ ഇതൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് D.L. മൂഡി വരമ്പത്തൂടെ നടന്നതും ഒരു ശക്തി വന്ന് D.L. മൂഡി എടുത്ത് പാടത്തേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് കാലിലും കയ്യിലും തീ പിടിച്ചിട്ട് ചെമ്മിൻ ചുരുളുന്നത് പോലെ ചുരുളാൻ തുടങ്ങി. അവസാനം D.L. മൂഡിക്ക് മനസ്സിലായി, ഈ ശക്തി എന്റെ മൺകൂടാരം പൊട്ടിച്ചു കളയും. അവിടെ നിന്ന് തോടി ഒരു വീട്ടിൽ കയറി, ഒരു പനമ്പ് മേഞ്ഞ വീട്ടിനകത്ത് ചെന്ന് ഒരമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു പായതാ. ഒരു പായ കൊടുത്തു. പായലേക്ക് കമന്ന് വീണ് പറഞ്ഞു, ദൈവമേ, പരിശുദ്ധാത്മാവേ, ഈ ശക്തി ഒന്ന് കുറച്ചതാ, ഈ അഭിഷേകം ഒന്ന് കുറച്ചതാ. ഇന്ന് മകൾ ആഗ്രഹിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ഈ ആലയത്തിനകത്ത് ആ തീ നിന്റെ മേൽ കത്താൻ പോകുകയാ. ഓ ഹോ 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 ഹോ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജനം ആത്മാവിൽ നിറയണം. നിങ്ങളൊരു വീട്ടിനകത്ത് കാല് വെക്കുമ്പോൾ ദുരാത്മാക്കൾ ഇളകണം. നിങ്ങളൊരു വാഹനത്തിൽ കയറുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിക്കണം. നിങ്ങളൊരു ആലയത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവശക്തി ആവരിക്കണം. ധനക്കെട്ടി കടകച്ചല തുനക്കെട്ടി കടകന്തല ഉടകം വേദി കടകച്ചാല കടകംതാരി അൽക്കൽക്കട്ടം കടകത്തൂടി വടകച്ചാതി കണ്ടക്കെട്ടി അടകക്കെട്ടി കടകംജാലം വേദക്കെട്ടം കടകന്തി അൽക്കൽക്കട്ട കടകച്ചാരി കണ്ടക്കെട്ട കടകന്തി ഊടം വേദി വേദക്കെട്ടം വടപത്തി അന്തലഘട്ടം ചൂടക്കെട്ടി കടകംതാലി അന്തൽ വേദം വേദക്കെട്ടി കടകന്ത അൽക്കൽ കെട്ടി കടകച്ചാരി കണ്ടം തൂടി പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ചില കെട്ടുകൾ പൊട്ടുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ പട്ടണത്തിൽ വ്യാപരിക്കുന്ന ചില അന്യാരാധന ശക്തികൾ ഈ 12ാമത്തെ ദിവസം അത് അഴിഞ്ഞു മാറുകയാ, അത് അഴിഞ്ഞു മാറുകയാ, അഴിഞ്ഞു മാറുകയാ, അത് അഴിഞ്ഞു മാറുന്നു. പറ്റുമെങ്കിൽ ദൈവദാസന്മാർ പ്ലീസ്, അഭിഷിക്തന്മാരെ ഒന്നിറങ്ങി കൈവച്ച് പ്രാർത്ഥിക്കാമോ? ഒന്നിറങ്ങി കൈവച്ച് പ്രാർത്ഥിക്കാമോ? അതിശക്തമായ ഒരു അഭിഷേകം ചലിക്കുക. പ്ലീസ് പ്ലീസ്, അഭിഷിക്തന്മാരെ ഒന്നിറങ്ങി കൈവച്ച് അതിശക്തമായ ഒരു ദൈവമക പ്ലീസ്, ദൈവദാസന്മാർ ഇറങ്ങി ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ. യെസ്. ഓ രിബല ബല 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 ഉടബ. ഓ രിബല ബല രിബല ഉടബ രിബബ
Udabe, ribabe. Udabe, ribabe. Udabe, ribabe. Alka, ribale. Udabe, ribabe. Oh, ribalaba, ribalaba. Udabe, ribabe. Udagala, ribale. Sibale, ribabe. Oh, digalaga, regadaga, digalaga, regadaga, digalaga. Udabana, digalaga, regadaga, digalaga, regadaga. Udabana, ribalaba, udababa, ribala, udababa, ribalaba, udababa. Udagala, digalaga, regada. Udababa, ribala. Udababa, ribala. Udaba, ribabe. Udaba, ribabe. Udaba, ribabe. Udaba, ribabe. Udagala, digalaga, regadaga, ribalaba, udababa. Udababa, ribalaba, udababa, ribalaba, udababa. Sigalaga, regadaga, ribalaba, ribala. ആത്മാവിന്റെ കൃപയേറ്റത്, ആത്മാവിന്റെ കൃപയേറ്റത് ഈ പട്ടണത്തെ ഭരിക്കുന്ന ചില കെടുതികൾ ഇന്ന് പകൽ അഴിയുന്നു. ദൈവശക്തി അഭിഷിക്തന്മാരുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ദൈവ സാന്നിധ്യം അഭിഷിക്തന്മാരുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ദൈവ സാന്നിധ്യം നിന്റെ പുത്രന്മാരുടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ പുത്രന്മാരുടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ പുത്രന്മാരുടെ മേൽ. യെസ് 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 യെസ്. Jesus, 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 Jesus. Oh, digadaga, digadaga, ribalaba, rudababa, ribalaba, udagaga, ribalaba, rudababa, ribalaba. എഫെസോസ് പട്ടണത്തിൽ വ്യാപരിച്ച ദൈവകൃപ വ്യാപരിക്കട്ടെ. എഫെസോസ് പട്ടണത്തിൽ വ്യാപരിച്ച എഫെസോസിലെ ഒപ്റ്റിമിസ്റ്റ് ദേവിയെ തകർക്കാൻ വ്യാപരിച്ച ദൈവത്തിന്റെ അഭിഷേകം നിന്റെ ദാസന്മാരുടെ മേൽ, നിന്റെ ദാസന്മാരുടെ മേൽ, നിന്റെ പുത്രന്മാരുടെ മേൽ. യെസ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് ആരാധിച്ചേ. ഓ റിബലബ റിബലബ റുഡബബ റിബലബ റുഡബലബ റുഡബബ റിബലബ റുഡബബ റിബലബ റുഡബലബ റുഡഗന റിബലബ റുഡബബ റിബലബ റുഡബബ. ഓ താ കലം ചാ കലം താ കാ താ കുലം തബർ കലം ചബർ കലം തബർ കലം തബന. ആത്മാവിന്റെ തീ പിടിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ ശക്തി ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ആലയത്തിനകത്ത് വ്യാപരിക്കട്ടെ. ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം, ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ മഹത്വം ഈ പകൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ചില രോഗത്തിന്റെ കെട്ടുകൾ, ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പെട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ചില രോഗശക്തികൾ, ചില രോഗശക്തികൾ ഇന്ന് പകൽ അഴിയുന്നു. ചില രോഗമണ്ഡലങ്ങൾ ഇന്ന് പകൽ അഴിയുന്നു. ജീസസ്. ഒരു പുത്തൻ അഭിഷേകം, പ്രവചന ശുശ്രൂഷയുടെ ഒരു പുതിയ തലം ഈ പകൽ വ്യാപരിക്കുന്നു. ഈ പകൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. യെസ്, പ്രാപിച്ചോ. ദൈവശക്തി വ്യാപരിക്കുന്നു. ജീസസ്. അടുത്ത വ്യക്തിയിലേക്ക് തീ പിടിക്കുന്നത് പോലെ, അടുത്ത വ്യക്തിയിലേക്ക് ഈ ദൈവശക്തി വ്യാപരിക്കുന്ന പോലെ, ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് കാറ്റ് തീ പിടിക്കുന്ന പോലെ, കാറ്റ് തീ പിടിക്കുന്ന പോലെ. ആത്മാവേ, ആത്മാവേ, ഈ ശരീരത്തിൽ നാളുകളായി രോഗമിട്ട് സർജറിയാക്കാൻ, നിന്റെ ശരീരത്തിൽ കത്തിവെപ്പിക്കാൻ കുറെ നാളുകളായി പിശാച് ഒരുക്കുന്നു. പക്ഷെ ഇന്ന് പകൽ ആ സർജറി നിന്നെ വിട്ട് മാറുന്നു യേശുവിന്റെ നാമത്തിൽ.
Udababa Hibalaba Hagadaga Higadaga Hagada Udababa Hibalaba Udababa Hibalaba Udaba Jesus Kalabo Sabaribalaba Udababa Udababa Hibalaba Udababa Hibalaba Udababa Udagana Hibalaba Udababa Hibalaba Udababa Udagana Hibalaba Udababa Hibalaba Udaba Udagana Hibalaba Udababa Hibalaba Udaba Hibaba Yes Jesus 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 Oh Higalaba Hibalaba Udababa Hibalaba Udababa Hibalaba Parisuthanave Parisuthanave Amdal Kamana Zanarantal Khana Lantamdal Kamana Hastadal Khane Lamdar Ka Khana Labarandal Kamana Haskamana Chana Vaidamana Chagara Zamthala Thagana Sabalabalaba Amdal Kamana Udagala Hibalaba Amdal Kamana Hibalaba Hibalaba Libara Chana Udababa Hibalaba Vaidagaransa Udagala Hibalaba Libadagaranse Sibalaba Hibabe Libadaga Chana Udababa Hibabe Vaida Pramana Udagala Hibale Askabarada Udabe Hibabe Askal Kamana Udabe Hibabe Amdal Kamana Udabe Hibabe Libara Chana Udababa Hibabe Lamthara Banda Udababa Hibabe Amdal Kamana Udagala Hibale Amdal Kamana Sibalaba Hibabe Bhutala Bamtha Udagala Hibabe Libara Chana Hibalaba Rabala Amdal Kamana Hibalaba Hibabe Lamthara Bamtha Hibalaba Rabala Amdal Kamana Hibalaba Hibalaba Udabala Hibalaba കർത്താവേ നിന്റെ ആസന്നമേ ദൈവശക്തി വ്യാപരിക്കട്ടെ നിന്റെ മകന്റെ തല മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ എല്ലാ ബലഹീനതകളും എല്ലാ ക്ഷീണങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ കർത്താവേ കെട്ടുകൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ എല്ലാ പൈശാചിക മണ്ഡലങ്ങളും ഇന്ന് വരെ പൊട്ടട്ടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസറേയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല കെടുതികളും ഇപ്പോൾ അഴിയട്ടെ. Amen, 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 Thank you, Jesus. Hallelujah. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. Thank you, Jesus. നാം മറന്നുപോയതും നാം വിട്ടുപോയതും അതാ ദൈവമക്കളെ ആദിമസഭയിൽ നിറഞ്ഞു നിന്നത് അഭിഷേകമാണ് അല്ലേ ചാ? നമ്മുടെയൊക്കെ ആലയത്തിനകത്ത് ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് ഒരു കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. കാത്തിരിപ്പ് യോഗം അഭിഷേകത്തെ നിറയാനുള്ള. കാത്തിരിക്കാൻ ആരുമില്ല, യോഗം വെക്കാനും ആരുമില്ല. തലമുറകളെയൊക്കെ പിശാച് കൊണ്ടുപോയി. പക്ഷെ ഇതിനകത്തൊന്നും ഒരുത്തൻ ഇനി പോവത്തില്ല. ഞാൻ പ്രവചിച്ചാ പറയുന്നത്, ഇതിനകത്തൊന്നും പോവത്തില്ല. കാരണം അഭിഷേകമുള്ള ചിലത് ഇതിനകത്ത് എഴുന്നേക്കട്ടെ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. അച്ഛാ, എനിക്ക് സന്തോഷം തോന്നി എന്നാന്നറിയോ? ആ 12 പേരുടെ മേൽ പൗലോസ് കൈവച്ചപ്പോൾ അവരുടെ മേൽ എന്തു വന്നു? എന്റെ ചോദ്യം, ഇന്ന് എത്ര പേരുടെ മേൽ കൈവച്ചാൽ പരിശുദ്ധാത്മാവ് വരും? ഞാൻ ഈ ദിവസം പ്രാർത്ഥിക്കുന്നതാണ്. പ്രസംഗിച്ചില്ലേലും പ്രസംഗമില്ലാഞ്ഞിട്ടൊന്നല്ല,
ഞാൻ 97 തൊട്ട് ഒറ്റ ചർച്ചിലാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗം ഇല്ലെങ്കിൽ എനിക്ക് അവിടെ തുടരാനൊക്കത്തില്ല. 3 വർഷമാകുമ്പോൾ സ്ഥലമാറ്റം എനിക്കില്ല. 97 തൊട്ട് 2020 ഒറ്റ ചർച്ചിലാണ്. പക്ഷെ ഇന്ന് ഇവിടെ വേണ്ടത് പ്രസംഗമല്ല, ഇനി വേണ്ടത് അഭിഷേകമാണ്. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഈ ഉപവാസം സംതിങ് ഡിഫറൻസ്. ഇത് വ്യത്യസ്തമായ ഒരു ഉപവാസമാണ്. ഈ ഉപവാസത്തിന്റെ പിന്നിൽ ഒരു തീമുണ്ട്. ഈ ഉപവാസത്തിന്റെ പുറകിൽ ലക്ഷ്യമുണ്ട്. അത് ഈ ദൈവസഭ കണ്ടിരിക്കും. ദേവദാസന്മാരെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊതി ഉണ്ടാകണം. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് പോയി. 1500-ലധികം പേരുണ്ട് ആ മീറ്റിങ്ങിൽ. കൃപയാൽ എനിക്ക് ഇതുപോലെ മുന്നിലിരിക്കാൻ ഒരു അവസരം കിട്ടി. ആ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സിമ്പിളായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ 12 വയസ്സുള്ള, ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണില്ലാത്ത, കൺതടമില്ലാത്ത, കൺപോളയില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ നേരെ കയറി വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ചില്ലേ വേദപുസ്തകത്തിൽ കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്? ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ല, കൺപോളയില്ല, കൺതടമില്ല, ദശ കൊണ്ട് മൂടിയിരിക്കുന്നു. പാസ്റ്റർ പ്രസംഗിച്ച ദൈവം ജീവനിട്ടെങ്കിൽ അങ്ങൊന്ന് ഉയർപ്പിക്ക. പാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ യേശു മരിച്ചിട്ടില്ല ആന്റി, എന്റെ യേശു മരിച്ചിട്ടില്ല. ഞാന് കേരളത്തിന്റെ കണ്ണോടെ ഇരിക്കുക. ആമേൻ. ഇവിടെ ഒന്നുമല്ല, യൂറോപ്പിൽ ഒരു മീറ്റിംഗിൽ വെച്ച ആ മീറ്റിംഗിൽ ഞാനും ഉണ്ട്. ആമേൻ. ഈ ദൈവദാസൻ പതുക്കെ ഈ ആന്റിയെ മുന്നോട്ട് വിളിച്ച, കൊച്ചിനെ മുന്നോട്ട് വിളിച്ചിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. മൈക്കൊരുത്തുന്ന കൈ കൊടുത്തു. 2 കൈയും ആ കൺതടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുപ്പച്ച, അങ്ങയുടെ വചനം പറയുന്നു കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്. ഞാനും വിളിച്ചു പറയുന്നു കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനങ്ങ് നിലത്തങ്ങ് സ്പ്രിങ് പോലെ ചാടാൻ തുടങ്ങി. ചാടി അവന് എന്താന്നറിയില്ല. ഈ പാർശ്വ കൈയെടുത്തപ്പോ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഇവൻ അമ്മയെ കയറി അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു. ഇവൻ ഉറക്കെ പറഞ്ഞു, മമ്മ എനിക്കിപ്പോ കണ്ണ് കാണാ. കൺപോള ഇല്ലാത്തടത്ത്, കണ്ടടമില്ലാത്തടത്ത് കൺപോള ഉളവായി വന്നു. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അഭിഷിക്തനെ, ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഞാൻ ആ മീറ്റിംഗ് കൂടാൻ പോയതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ മീറ്റിംഗിൽ ഏറ്റവും പുറകിൽ 1500 പേരുടെ ഏറ്റവും പുറകിൽ ഞാൻ ആ മീറ്റിംഗിൽ ഇരിക്കുക. ഈ ദൈവദാസൻ പ്രസംഗിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഒരു വ്യക്തിയായി ഞാൻ എന്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, കേരളക്കരയിൽ ഇതുപോലെ അഭിഷേകമുള്ള ഒരുവനെ വേണം കർത്താവേ. അങ്ങയ്ക്ക് ഹിതമെങ്കിൽ എന്നെ ഒന്ന് തൊടണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ സേവിക്കുന്ന ദൈവവും എന്റെ ദൈവവും ഒരപ്പനാണ്. ഏലിയാവിന്റെ ദൈവം തന്നെയാ എന്റെ ദൈവം. ഒരല്ലെന്ന് പറ. ഞാൻ കർത്താവേ, ആ മനുഷ്യനിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ 1500 പേരുടെ പുറകിലിരിക്കുന്ന എന്നെ വിളിച്ച് ആ മനുഷ്യൻ പ്രാർത്ഥിക്കണം. എന്റെ അടുത്തുള്ള പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ കണ്ടോ, ആ ദൈവദാസൻ ഇപ്പൊ എന്നെ മുന്നോട്ട് വിളിക്കും. ആമേൻ. 2 പേരുണ്ട്. 2 പേരോടും പറഞ്ഞു, ഈ പുള്ളി പ്രസംഗം കഴിഞ്ഞ് ശക്തമായ വചന ശുശ്രൂഷയാ. പ്രസംഗം കഴിഞ്ഞ് മൈക്ക് വെച്ചിട്ട് പോയപ്പോൾ എന്റെ കൂടെ ഇരുന്ന ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റല്ലേ പറഞ്ഞത്, പുള്ളി പാസ്റ്ററിനെ മുന്നോട്ട് വിളിക്കുമെന്ന്. ദാ പോകുന്നു. പുള്ളി പോയി സ്റ്റെപ്പ് താഴോട്ടിറങ്ങി തിരിച്ച് കയറി വന്നു. മൈക്കെടുത്തിട്ട് എന്റെ നേരെ വിര ചൂണ്ടിട്ട് പറഞ്ഞു, ആ മാൻ ഓഫ് ഗോഡ് കം ഫോർവേഡ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. 1500 പേരുടെ പുറകിൽ നിന്ന് ഞാൻ മുന്നിലേക്ക് ഓടി വരുമ്പോൾ ആ ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, കേരളത്തിൽ അവൻ നിന്നുപോയ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക് അഭിഷേകം ചെയ്യാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ഇന്ന് പകൽ ആ ദൂത് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു. ഇതിനകത്ത് നിന്ന് ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിശക്തമായ ഈ തലമുറയിൽ ചിലതിനെ എഴുന്നേറ്റേ പറ്റൂ. അച്ഛാ,
എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല, ഞാൻ മുക്കുവനാ. ഞാൻ 9ാമത്തെ വയസ്സ് തൊട്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവനാ കടലിൽ. ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് എൻ്റെ പേര് BIJ എന്ന് എഴുതാൻ അറിയത്തില്ല. എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും, ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്നൊന്ന് പറയണേ. അപ്പൊ അവൻ പറയും, ഇത് എറണാകുളത്തോട്ടുള്ള ബസ്സാ. അങ്ങനെയാ കയറുന്നേ. മുഴുവിക്കനായിരുന്നു, മുഴുവിക്കൻ. വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കഴുത്തെ തോളയിട്ട് ഷഡ്ഡിയുമിട്ട് നടുറോട്ട് കിടന്നപ്പോൾ ഒരു പാസ്റ്ററിന്റെ കൈക്ക് പിടിച്ച് പൊക്കിയതാ. നിക്ക് കേക്ക്, അവിടെ നിന്ന് പൊക്കിയതാ. എന്റെ നാട്ടിൽ വന്നൊരു പാസ്, ആദ്യമായി പാസ് സുവിശേഷ വിലക്ക് വന്നു. ആ ദൈവദാസന്റെ വീട് 7 ലിറ്റർ പെട്രോളും 18 പാളി പടക്കവും ഗുണ്ടും വെച്ച് കത്തിച്ചവനാ ഞാൻ. പക്ഷെ എന്നെ വഴിയിലിട്ട് പിടിച്ചു ദൈവം. ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി, പ്രാർത്ഥിച്ചു. എന്റെ ശരീരത്തുനിന്ന് ദുരാത്മാക്കൾ ഇറങ്ങി. പക്ഷെ എന്നോട് ഒരാൾ എടാന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് എടാന്ന് ചോദിച്ച് അവനെ തല്ലാതെ ഞാൻ പോരത്തില്ല. കണ്ണൂർ ജയിലിലിട്ട് ഈ ശരീരം മുഴുവൻ പോലീസുകാർ കയറി ഇറങ്ങിയതാ. ഇതിനകത്തൊരു നല്ലെല്ലില്ല, അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ. പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി. യേശുവിനെ കുറിച്ച് പറഞ്ഞാ, യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. 94-ൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ട്, യേശുവിന്റെ ക്രൂശ് മരണം. ആ കാഴ്ച കണ്ട് നാടെ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. ഈ കൈ കൊണ്ട് 3 പ്രാവശ്യം എൻ്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു. ഒരു പ്രാവശ്യം അപ്പൻ ചത്തു, ബോധം പോയി, താഴെ വീണു, അനക്കമില്ല, നാടുവിട്ടു. രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ, ചത്തട്ടില്ലടാ നിന്റെ അപ്പം, മടങ്ങി വാ. 5 ചേട്ടന്മാരുടെ വിവാഹം നടന്നു, എന്നെ അറിയിച്ചില്ല. അത്രയും പോക്ക് കേസ്. പക്ഷെ എന്റെ അപ്പൻ എന്നെ തൊട്ടു. ഒരു ഹല്ലേലൂയ പറ. ഞാൻ പറയാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളമുണ്ടാക്കുന്ന കാണിക്കുമ്പോ എന്തിനാണോ ഇത്രയും ചാടുന്നത്? എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൽ ഇത്രയും ചാടിയാ പോരാ. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന്റെ കരുണ ഓർത്തോ ഇത്രയും ശബ്ദമിട്ട പോരാ. ഇതിനകത്ത് തുള്ളി ചാടണം. ഹല്ലേലൂയ. അമ്മേ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഓടി വീട്ടിൽ പോയി. അപ്പനോട് ക്ഷമ പറഞ്ഞു, അമ്മയോട് ക്ഷമ പറഞ്ഞു. 8 ചേട്ടന്മാരും 2 ചേച്ചിമാരുമുണ്ട്. ഞാൻ ഏറ്റവും ഇളയതാ. ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ. പിറ്റേ ദിവസം രാവിലെ ഓടി വീട്ടിൽ ചെന്നു. പാസ്റ്ററിനെ, അഭിഷിതനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാടാ? എനിക്ക് 5 മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം. പക്ഷെ ഞാൻ വിക്കനാ, എനിക്കിത് വായിക്കാൻ അറിയില്ല. പാസ്റ്റർ പറഞ്ഞു, മോനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ദൈവം നിറക്കും. പാസ്റ്റർ ഇതൊക്കെ സത്യമാണോ? സത്യമാണോ? ടെസ്റ്റ് ചെയ്യടാ. എന്റെ വീടിന്റെ 2 സൈഡും തെങ്ങിൻ തോപ്പാ. രാത്രി 12 മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങി. ഒരു തെങ്ങിൻ തടി വെട്ടിയിട്ടിട്ടുണ്ട്. ആ തെങ്ങിൻ തടിയിലോട്ട് അങ്ങ് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ തമ്പുരാനെ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ, പക്ഷേ എനിക്ക് അങ്ങയെ ഇഷ്ടമാ. എനിക്ക് അങ്ങയെ ഇഷ്ടമാ. എനിക്ക് അങ്ങയെ കുറിച്ച് 5 മിനിറ്റ് ആരോടെങ്കിലും പറയണം. ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ. അച്ഛാ, ഞാൻ എഴുന്നേറ്റ് നിന്നു. അച്ഛാ, ഒരു കാറ്റ് എൻ്റെ മേൽ അടിച്ചട്ടെ, എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൊണ്ട് താഴെ കിട്ടും. എൻ്റെ കാല് തീ പിടിച്ചു, എൻ്റെ കൈകളെ തീ പിടിച്ചു.
ആ പറമ്പിക്കടന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്. അന്ന് എൻ്റെ നാവിൻ്റെ കെട്ട് പൊട്ടിയതാ. ഇന്ന് വരെ വിക്കിയിട്ടില്ല, ഇന്ന് വരെ വിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, എൻ്റെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാ, എൻ്റെ ദൈവം സൗഖ്യദായകനാ. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ പുകയുന്ന തിരിയെ. അമ്മേ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. അച്ഛാ, എന്നോട് ആരോ പറയുന്നു ഓടിച്ചെന്ന് ബൈബിൾ വായിക്കാൻ. ഞാൻ വീട്ടിൽ ചെന്നു, ഓടിച്ചെന്ന് വേദപുസ്തകം തുറന്നു. പുറപ്പാട് 3-ാം അധ്യായം കിട്ടി. പച്ചവെള്ളം പോലെ വായിക്കാൻ തുടങ്ങി. അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. എന്റെ കൂടെ വെള്ളമടിച്ചവനും കഞ്ചാവടിച്ചവനും ഒക്കെ ഞാൻ മുക്കി. സ്വതന്ത്രം. ആ ഫോട്ടോ വെച്ച് ഏകദേശം 5600 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. സ്വതന്ത്രം. ഫോട്ടോ വെച്ച്, ആമേൻ, ഫോട്ടോ വെച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ച നിൽക്കുന്നതിന്റെ റോഡ് അവരുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡെന്ന് പേര് മാറ്റി. കേരളത്തിന്റെ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇന്ന് പകലിൽ ഈ പുസ്തകം പിടിച്ച് കിഴവിക്കഥ പ്രസംഗിക്കാൻ വന്നതല്ല, അനുഭവത്തിലാണ് പറയുന്നത്. ഈ അഭിഷേകത്തെ നിറഞ്ഞാൽ, ഈ ദൈവശക്തി വ്യാപിച്ച്, ഈ ദൈവകൃപ ഇറങ്ങി വന്ന് ആള് മാറിയതുപോലെയാണ്. ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ആ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ആ കൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ 12-ാമത്തെ ദിവസം ആരും വെറും കൈയോടെ പോവില്ല. ഇനി നിങ്ങൾ പറ, ഞാൻ ചാടണോ ഓടണോ തുള്ളണോ? കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തൂരിച്ചിടുന്നേ, നാഥ നിന്നൂടെ വരവിനായി. കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തൂടിച്ചിടുന്നേ, നാഥ നിന്നൂടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാപത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതില്ല. ഈ പാപത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതില്ല. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Undu Sakti, Sakti, Alpunda Sakti, Yesui, Rektata. Undu Sakti, Sakti, Alpunda Sakti, Yesu Christu'in Rektata. Oh, in the name of Jesus, in the name of Jesus, in the name of Jesus, we have the victory.
Hallelujah, in the name of Jesus, in the name of Jesus, Satan will have to be. When we stand in the name of Jesus, tell me who can stand before. In the mighty name of Jesus, we have the victory. Celebrate, oh celebrate, celebrate, celebrate the victory of the Lord. Celebrate, hallelujah, celebrate, celebrate the victory of the Lord. He has done mighty things again. He has done mighty things again. He has done mighty things again. Celebrate the victory of the Lord. ആയിരം 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 നാവുകള അതുവന്നിപ്പാടി നേടുന്നു. ആയിരം ആയിരം നാവുകള അതുവന്നിപ്പാടി നേടുന്നു. അതിനായിരത്തിൽ യാതൊരു സംസന്ധി രൂപൻ പാടില്ല സാധ്യമോ. അതിനായിരത്തിൽ യാതൊരു സംസന്ധി രൂപൻ പാടില്ല സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. Alive, alive, alive forevermore. Oh, Jesus is alive, alive forevermore. Alive, alive, alive forevermore. Oh, Jesus is alive forevermore. Hallelujah, sing hallelujah. My Jesus is alive forevermore. Sing hallelujah, sing hallelujah. My Jesus is alive. Hallelujah, jayam hallelujah. Yesu katavu jeevikku. Hallelujah, hallelujah, jayam hallelujah. ആത്മാവിൽ ആരാധിച്ച് ഒരു വലിയ ജയോത്സവത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഒരിക്കലും 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 പൗലോസ് നിജപുത്രനെന്ന് വിളിക്കാൻ പാടുള്ളതല്ല. കാരണം പൗലോസും തിമോത്തിയോസും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, അല്ലേ? പൗലോസ് എവിടെ കിടക്കുന്നു, തിമോത്തിയോസ് എവിടെ കിടക്കുന്നു? എന്നിട്ടും കൂട്ടുവേലക്കാരൻ എന്ന് വിളിക്കാൻ കാണിച്ച ആർജവത്വത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അച്ഛാ, ഇതിലൊക്കെ തിടിയേണ്ടത് പുറത്തെ ചുമരല്ല, അകത്തെ ചുമരിടിയണം. ഒരു സ്തോത്രം പറഞ്ഞേ. കറുത്തവനെ കണ്ടാൽ തോളെ കൈയിടാനും, കഴിവില്ലാത്തവനെ കണ്ട കൂട്ടുപിടിക്കാനും, ഗുണവും മണവും പണവുമില്ലാത്തവനെ കണ്ട സഹോദരൻ എന്ന് വിളിക്കാനും പെന്തക്കോസ്റ്റിനകത്തൊരു ആർജവത്വം ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ചേർത്ത് പിടിക്കാൻ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ വളർത്താൻ ഒരു ദൈവമുണ്ട്. കഴിവില്ലാത്തവനെയും കഴിവ് കുറഞ്ഞവനെയും നിറമുള്ളവനെയും നിറമില്ലാത്തവനെയും എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ ഈ സഭ തയ്യാറാണെങ്കിൽ ഇതിനകത്തുനിന്ന് ശക്തന്മാർ പുറത്തു വരും. ഒരു ഹല്ലേലൂയ പറ. തിമോത്തിയോസും പൗലോസും തമ്മിലുള്ള അവസാനത്തെ ബന്ധം എന്താണെന്നറിയാമോ? പൗലോസ്ലീഗ റോമൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോ ആരെങ്കിലും പൗലോസിനെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അത് തിമോത്തിയോസ. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ലെറ്റർ എഴുതി, എന്റെ പൊന്നുമകനെ തിമോത്തിയോസേ, ഓടിവാടാ, അപ്പന് തണുപ്പുകൊണ്ട് വയ്യടാ, പോരുമ്പോളെ ആ ചർമ്മലിഖിതം പുതപ്പും കൂടി കൊണ്ടുവരണേ,
അസാധാരണ തണുപ്പാ മോനെ. കൃപയാൽ ആ തടവറയും അതുമൊക്കെ പോയി കാണാൻ എനിക്കുമൊക്കെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. സഹിക്കില്ല. കൊച്ചി ഭാഷ പറഞ്ഞ പെറ്റ തള്ള സഹിക്കത്തില്ല. ആ തടവറയൊക്കെ നിങ്ങൾ കണ്ടാൽ കടത്തീരത്തു നിന്നും 10-21 മീറ്റർ മാത്രമേ ഉള്ളു ഭാഷേ. ആമൻ കരയിൽ നിന്നും ആമൻ ഭൂമിയുടെ ലെവലിൽ നിന്നും പാറയുടെ അടിയിലേക്ക് വെട്ടിയെടുത്ത ആ തടവറ ഇന്നും ഉണ്ടവിടെ. ഇതുപോലെ വെന്റിലേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് കടൽ കാറ്റടിച്ചിറങ്ങി വരുന്ന മഞ്ഞുണ്ടല്ലോ, ആ ഗുഹക്കകത്തേക്ക് വന്നു വീഴുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രന്മാർ പോലും അസ്ഥി കൊച്ചുന്ന തണുപ്പത്തും മരിച്ചു വീഴും. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് ഒരു കല്ലുരുട്ടി സൂര്യൻ തലയ്ക്ക് മീതെ വരുമ്പോൾ ആ വെളിച്ചത്തിൽ ലേഖനം എഴുതി, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞു. അവിടെ കിടന്നുകൊണ്ട് ലേഖനം എഴുതി തിമോത്തിയോസിന്. തിമോത്തിയോസ് വേഗം വാ. തിമോത്തിയോസ് വന്നു മക്കളെ, വന്നു. ഒരു വൈകിട്ട് 4-5 ഇടയ്ക്ക് റോമൻ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ തിമോത്തിയോസ് എത്തി. പാറാവുകാരനോട് പറയുന്നു, സാർ എന്നെ അകത്ത് പോകാൻ സമ്മതിക്കണം. ആരെയാ കാണേണ്ടത്? എനിക്ക് പൗലോസ് എന്ന മനുഷ്യനെ കാണണം. നിന്റെ പേരെന്താ? എന്റെ പേര് തിമോത്തിയോസ്. പാറാവുകാരൻ ചോദിച്ചെന്നാ പറയുന്നത്, നിന്റെ പേരാണോ തിമോത്തിയോസ്? അതെ. സാറിന് എങ്ങനെ അറിയാം? എനിക്കറിയാം നിന്നെ. എല്ലാ ദിവസവും രാത്രി ആ തടവറയുടെ ചുറ്റും ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് വേണ്ടി ചുറ്റി നടക്കുമ്പോൾ ആ തടവറക്കകത്തുനിന്നൊരു ശബ്ദം കേൾക്കാമായിരുന്നു, എന്റെ ദൈവമേ, എന്റെ മകൻ തിമോത്തിയോസിനെ അങ്ങ് ശക്തീകരിക്കണേ. അവന് യൗവനക്കാരനാണ്, അവന്റെ യൗവനമാരും തുച്ഛീകരിക്കരുത്, അവൻ വീണുപോകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തിമോത്തിയോസെ, ആ തിമോത്തിയോസ് അല്ലേ നീ? പ്രാർത്ഥിക്കുന്ന ശബ്ദം കേട്ട പാറാവുകാരൻ പറഞ്ഞു, എനിക്ക് നിന്നെ അറിയാം. അല്ല, നീ വന്നതെന്തിനാ? എനിക്ക് ആ പൗലോസിനെ കാണണം. പാറാവുകാരന്റെ അടുത്ത മറുപടി, തിമോത്തിയോസെ, നീ വന്നത് വൈകിപ്പോയി. എന്നാ പറ്റി? നീ വന്നത് താമസിച്ചു പോയി. ഇന്നലെ വൈകിട്ട് 3-3:30 ഇടയ്ക്ക് ഇവിടത്തെ ഒരു പൊതു മാർക്കറ്റിൽ വെച്ച്, ഒരു പൊതു ചന്തയിൽ വെച്ച് നീ പറയുന്ന നിന്റെ അപ്പനായ പൗലോസിനെ ഒരു കല്ലിൽ കൊണ്ടുപോയി തല വെച്ച് ആരാച്ചാരും മിന്നിത്തിളങ്ങുന്ന ആ വാളിനാൽ നിന്റെ അപ്പന്റെ തല വെട്ടി മാറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന പൗലോസ് ഉണ്ടല്ലേ, അതെ, ആ മനുഷ്യന്റെ തല വെട്ടുമ്പോൾ ആ മനുഷ്യൻ 2 കാര്യം ചെയ്തു. 1, മുഖം മൂടുന്ന തുണിയിട്ടില്ല. 2, കൈ പുറകിൽ കെട്ടിയില്ല. കൈ രണ്ടും സ്വയം പുറകിൽ കെട്ടി തല കൊണ്ടുവന്ന് കല്ലിൽ താഴ്ത്തി വെച്ച് ചിരിച്ച മുഖത്തോടെ പ്രാർത്ഥനയോടെ തല കാട്ടിക്കൊടുത്തു. ആരാച്ചാർക്ക്? അവനാണ് നിന്റെ അപ്പൻ. പൗലോസിനെ മരിച്ചു എന്ന് കേട്ട ഉടനെ തിമോത്തിയോസിന്റെ കയ്യിലിരുന്ന പാണ്ടക്കെട്ട് താഴെ വന്ന് ഉരുണ്ടുപോയെന്ന് ചരിത്രം പറയുന്നു. അതാണ് തിമോത്തിയോസ്. ആ തിമോത്തിയോസിനോട് ഈ 2-ാം അധ്യായത്തിൽ 7 ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു. തിമോത്തിയോസേ, നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി ചെറുതല്ല. നിന്റെ മേലൊരു വിളിയുണ്ട്. നീ അസാധാരണ വിളിയുള്ളൊരു മനുഷ്യനാ. ഈ കാലഘട്ടത്തിൽ നീയായി മാറണമെങ്കിൽ, നിന്റെ മേൽ അഭിഷേകം ശക്തമാകണമെങ്കിൽ, കുഞ്ഞെ, നിന്റെ വിളി എന്തെന്ന് നീ മനസ്സിലാക്കണം. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഞാന് ഈ ഭാഗം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കും. ഒന്ന് പറയാം, തിമോത്തിയോസിനോട് പറഞ്ഞ 7 ക്രിസ്ത്യൻ കോളിംഗ് ആണ് 2-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യം. ദൈവമക്കളെ, നാം നമ്മുടെ വിളി മനസ്സിലാക്കിയാൽ ആളും മാറും. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? നിങ്ങളെയും എന്റെയും വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഒരു ഹല്ലേലൂയാക്ക് വ്യത്യാസം വരും. മനസ്സിലായില്ലല്ലേ? ഞാനും നിങ്ങളും ആരാന്ന് നമ്മുടെ മേലെ വിളി എന്താന്ന് മനസ്സിലായാൽ ഒറ്റ ഹല്ലേലൂയ മതി, അതിനകത്തൊരു ജീവൻ വ്യാപരിക്കും. രണ്ട് കാര്യം കൂടി പറയാൻ സമയമുള്ളൂ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണം ആരംഭിച്ചപ്പോ ക്രിസ്ത്യാനിറ്റി ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പിടിച്ചൊതുക്കണം,
പിടിച്ചുകെട്ടാൻ കാര്യങ്ങൾ കണക്കൂട്ടി ചെയ്യുമ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, വെയിറ്റ്, ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. പഠിച്ചു വന്ന മനുഷ്യൻ അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ക്രിസ്ത്യാനികളെ ഉണർത്തരുത്, അവർ ഉറങ്ങുന്ന സിംഹമാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്ത്യയുടെ ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ട പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ്, ക്രിസ്ത്യാനിയെ ഉണർത്തരുത്, അവൻ ഉറങ്ങുന്ന സിംഹമാ. അവർ ഉറങ്ങിക്കോട്ടെ, ഉറങ്ങിക്കോട്ടെ. അവർ എഴുന്നേറ്റാ ഗർജിക്കും, അവർ ഗർജിക്കാൻ തുടങ്ങിയാൽ പലതും നാളത്തിനകത്ത് കയറേണ്ടി വരും. ഇന്ന് മുതൽ ഈ പ്രയർ സെന്ററിൽ ദൈവസഭ തിരിച്ചറിയുക, ക്രിസ്ത്യാനിറ്റി കഴുത എന്നല്ല പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി അലറുന്ന സിംഹമാണ്. നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഫോട്ടോ വെച്ചിക്ക്. നമ്മുടെ ചർച്ച നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി അറിയാലോ? മട്ടാഞ്ചേരിയില. കത്തി വെച്ചു, കൊല്ലാൻ നോക്കി, ആലയം കവർച്ച ചെയ്തു. പക്ഷെ അവിടെ തന്നെ ദൈവം നിർത്തി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പൗലോസിന്റെ റോമാലേഖനത്തിലെ ചോദ്യം 8:31, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര. ഒരല്ലല്ലോ ഉറക്കെ പറ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ഒരു മനുഷ്യനുമില്ല. അവിടെ തന്നെ ദൈവം നമ്മൾ നിർത്തി. നമ്മുടെ വിളി മനസ്സിലാക്ക്. ഇന്ന് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എലക്ഷന് നിൽക്കുന്ന മുമ്പ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പള്ളി വന്ന. മട്ടാഞ്ചേരിയിലെ സകല മുസ്ലിങ്ങളും ബോട്ടും ഷിപ്പും അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ടൊക്കെ ഉള്ളവരാ. അവിടെ എല്ലാ ഫിഷിംഗ് ബോട്ടും മട്ടാഞ്ചേരി പ്രാർത്ഥിച്ചിറക്കുന്നത് കൃപയാ ഞാനാ. എന്റെ ഫ്രിഡ്ജിനകത്ത് ചെമ്മീനും മീനും നെയ്മീനും വെക്കാൻ സ്ഥലമില്ലച്ചാ. കാരണം ബോട്ട് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഞാനാ. പോയി കിട്ടി ആദ്യം മീൻ കൊണ്ടുവന്ന് നിറയുന്നത് എന്റെ ഫ്രിഡ്ജിനകത്താ. ദൂത് മനസ്സിലായില്ലേ? എന്റെ വിളി എന്താന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ പറയണം, ചിലത് സംഭവിക്കണമെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ അറിയുക, നിങ്ങളുടെ വിളി നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങളുടെ വിളി സാധാരണ വിളിയല്ല. Hallelujah! The great Alexander, മഹാനായ അലക്സാണ്ടർ 34-35 വയസ്സിനകത്ത് മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ച മനുഷ്യൻ. എന്താ ഇയാൾ ഇങ്ങനെ വെല്ലുവിളിച്ചേ? കേൾക്കണോ? ഈ മോളുടെ പ്രായമുള്ള സമയത്ത് അലക്സാണ്ടർ തെരുവിലെ കുഞ്ഞുങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പനായ ഫിലിപ്പ് രാജാവ് വിളിച്ചിട്ട് 2 ചോദ്യം ചോദിച്ചു. 1, നീ ആരാണ്? 2, നീ ആരാകാനുള്ളവനാ? പൊക്കോളാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ചത്, നീ ആരാണ്? 2, നീ ആരാകാനുള്ളവനാ? ദൈവമക്കൾ, ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ ആരാണ്? അല്ലെങ്കിൽ നമ്മൾ ആരാ? സകല ആഭിചാരവും സകല മന്ത്രവാദവും തല വന്ന് കേറാനുള്ളവരല്ല, ഇതിനെ നിലക്ക് നിർത്തേണ്ടവരാ. ഒരു കാര്യം, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാ, പേര് ക്ലീറ്റസ് സാറ്. ഇപ്പോൾ IPCയുടെ ഒരു ശുശ്രൂഷകനാ. പണ്ട് TPM-ലായിരുന്നു. ക്ലീറ്റസ് സാറും ഉണ്ണി എന്ന് പറയുന്ന ഒരു ബ്രദറും കൂടി വൈപ്പിന്ന് വാര്യപുരത്തോട്ട് വണ്ടി കയറി. വാര്യപുരം യോനാച്ചാന്റെ വീട്ടിൽ മീറ്റിംഗ് നടക്കുക. മീറ്റിംഗിന്റെ പുറത്ത് വന്നപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. അകത്തോട്ട് കയറാൻ പറ്റാതെ വാതിൽ അടച്ചിട്ടത് കൊണ്ട് വാതിക്ക് നിൽക്കുമ്പോൾ ഈ മോന്റെ പരുവത്തുള്ള ഒരു പെൺകൊച്ചു വന്നിട്ട് പറഞ്ഞു, വൈപ്പിങ്കര എന്ന് വന്ന ക്ലീറ്റസ് സാറല്ലേ? അതെ. പാസ് അകത്തോട്ട് വരാൻ പറഞ്ഞു. അച്ഛാ ചോദിച്ചു, അതിന് എന്നെ മോക്കെങ്ങനെ അറിയാം?
എനിക്കറിയില്ല, അകത്തിരിക്കുന്ന പാസ്റ്റപ്പച്ചൻ അറിയാം. ക്ലീറ്റസ് സാർ അകത്തോട്ട് കയറാതെ പെങ്കൊച്ച് രണ്ടാമത് കൂടെ വന്ന ഉണ്ണിയോടുകൂടി അകത്തോട്ട് എല്ലാം പറഞ്ഞെന്ന്. എന്റെ പൊന്നഭിഷിക്തന്മാരെ, അങ്ങനെയൊക്കെ തലമുറയിൽ ഉണ്ടായ അഭിഷിക്തന്മാർ നിന്ന മണ്ണില നമ്മൾ നിൽക്കുന്നേ. ഒരല്ലേ പറ, അതിന് ഈ സ്തോത്രം പോരാ, നല്ലോണം സ്തോത്രം വേണം. ഞാനിങ്ങനെ ഈ അടൂര് മീറ്റിങ്ങിന് പോയി. അടൂര് YMC പ്രസംഗം കഴിഞ്ഞപ്പോ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ജോൺ സാറ് എന്നോട് പറഞ്ഞു, ദാസേ എന്റെ വീട്ടിൽ വന്നതിന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് വരാന്ന് പറഞ്ഞു. ചെന്നപ്പോ 105 വയസ്സുണ്ട് അപ്പച്ചന്. 105 വയസ്സ്, 6 അടി പൊക്കമുണ്ട്. ഒരു ചാരികസര കിടക്കുക, ചെവി കേൾക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ അപ്പച്ചന് എത്ര വയസ്സുണ്ട്? 105 വയസ്സുണ്ട്. കൈയെല്ലാം വീട്ടിത്തടി പോലെ ഇരിക്കുന്നു. എന്നോട് ജോൺ സാറ് പറഞ്ഞു, പാസ്റ്റർക്ക് പുള്ളി അറിയാമോ? ഞാനില്ല. പാസ് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനോ? ഇല്ല. പാസേ, ആന മതമിളകി വന്നപ്പോ പ്രാർത്ഥിച്ചു മുട്ടുകുത്തിച്ച ഭാഷയെ കുറിച്ചില്ല. ആ പുള്ളിയായി കിടക്കുന്ന പുള്ളി. ഒരു 100 കണക്കിന് സ്റ്റേജ് പ്രസംഗിച്ചതാ ഞാൻ ഈ അപ്പച്ചനെ കുറിച്ച്. അപ്പച്ചനെ നേരി കിട്ടി. ഞാൻ പ്രാർത്ഥിക്കാനാ ചെന്നത്. ഞാൻ മുട്ടുകുത്തിയിട്ട് ആ കൈയെടുത്ത് തലയിലോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പാഷപ്പച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഒരു ചോദ്യം, എങ്ങനെയാ പ്രാർത്ഥിച്ചപ്പോ ആന നിന്നത്? അപ്പച്ചന്റെ മറുപടി, നീ ആരാന്ന് നീ മനസ്സിലാക്കിയാൽ ആനയല്ല പുലി നിൽക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, പൂത് മനസ്സിലായോ? നീ ആരാന്ന് നിനക്ക് മനസ്സിലായ, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്തെന്ന് നിനക്ക് മനസ്സിലായ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെന്ന് നിനക്ക് മനസ്സിലായ, ഇന്ന് മുതൽ ചരിത്രം മാറും. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ നമ്മളാരാന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ചരിത്രം മാറും. 7 കോളിങ് പൗലോസ് പറഞ്ഞു. നമ്പർ 1, എന്റെ മകനെ. ഒന്നാമത്തെ ക്രിസ്ത്യൻ കോളിങ്, എന്നെ വിളിച്ചത് മകനായിട്ടാ വിളിച്ചത്. ഒരു ഹല്ലേലൂയ പറ. എന്നെ ആരായിട്ടാ വിളിച്ചത്? ഒരു 3 പേരോട് കൈ കൊടുത്തു പറ, എന്റെ വിളി യാചകനായിട്ടല്ല, എന്റെ വിളി ആമൻ യാചിക്കാനല്ല, എന്നെ മകനായിട്ടാ വിളിച്ചത്. ഒന്ന് പറഞ്ഞേ, എന്റെ മേലൊരു വിളിയുണ്ട്, ഒരു പുത്രത്വത്തിന്റെ വിളി. എന്നെ വിളിച്ചത് മകനായിട്ടാ വിളിച്ചത്, യാചകനാകാനല്ല വിളിച്ചത്, കൈനീട്ടാനല്ല വിളിച്ചത്. എന്റെ മേലെ പുത്രത്വമുണ്ട്. മക്കളെങ്കിൽ ഞാൻ അവകാശിയാണ്. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കേണ്ടതിന് പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര അവൻ എനിക്ക് നൽകി തന്നത്. നമ്മുടെ ഒന്നാമത്തെ വിളിയുടെ പ്രത്യേകത ആരാച്ചാ? ഞാൻ പറ, ഞാൻ ആരാ? ഞാൻ മകനാ. ഈ പുസ്തകത്തിനകത്തെ ദാസത്വം പഴയ നിയമത്തിലാണ് അല്ലെ? സങ്കീർത്തനം 118:19 വാക്യത്തിലുണ്ട്, യഹോവേ ഞാൻ നിന്റെ ദാസൻ, ദാസിയുടെ നീ എന്റെ ബന്ധനങ്ങളെ അടിച്ചു. പഴയ നിയമത്തിലാ ദാസത്വം, പുതിയ നിയമത്തിൽ ദാസത്വമില്ല. പുതിയ നിയമത്തിൽ ദാസൻ ഇല്ലെന്നേ ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഈ പുസ്തകം എടുത്തതേ കണ്ണി കണ്ടവന്റെ മുമ്പിൽ കൈനീട്ടാനല്ല. ഞാൻ ദരിദ്രനുമല്ല, ഞാൻ യാചകനുമല്ല, എന്റെ അപ്പന്റെ മകനാ ഞാൻ. ഒരു ഹല്ലേലൂയ പറയുക മക്കളെ. ഞാൻ യാചകനല്ല, ഞാൻ യാചകനല്ല, ഞാൻ യാചകനല്ല. എന്റെ മേലൊരു വിളിയുണ്ട്. അമ്മേ സ്വതന്ത്രം. നമ്മൾ ആരാ? മകനാ. എന്നോട് ദൈവദാസന്മാർ പറഞ്ഞ കൃത്യസമയമെത്തി. ഞാനൊരു സഭാ ശുശ്രൂഷകനായതുകൊണ്ട് സമയം കൃത്യമായി പരിപാലിക്കേണ്ടതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പൊ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ക്രിസ്ത്യൻ കോളിങ്ങിന്റെ ഒന്നാമത്തെ വിളി എന്നാ? മകനാകാനുള്ള വിളി. മറന്നു പോകരുത്. വൈകിട്ട് ഓടി വരണം. നമുക്കിത് പഠിക്കണം. പഠിച്ച് എക്സസൈസ് ചെയ്യണം. ഒരുമിച്ച് ആരാധിക്കണം. പുത്രത്വത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്.